സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. 5 വർഷത്തിലധികമായി വിചാരണ കാത്ത് തടവിൽ കഴിയുന്ന പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് നീതിയല്ലെന്ന പ്രഖ്യാപനത്തോടെ ഡൽഹി ഹൈക്കോടതി ഡൽഹി കലാപക്കേസിൽ പ്രതി ചേർത്തവർക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. തിരക്കിട്ട് ജാമ്യം കൊടുത്താൽ അത് പ്രതികൾക്കും ഭരണകൂടത്തിനും എതിരാവും എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. രാജ്യത്ത് തുല്യനീതി നിലനിൽക്കുന്നുവെന്ന് സംശയരഹിതമായി പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വിധിന്യായമാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന വിമർശനം ഈ വിധിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. മനോഹരമായൊരു ഭരണഘടന നിലനിൽക്കുന്നുണ്ടെങ്കിലും ഭരണകൂടം അനുവദിച്ചു നൽകുന്നതിനപ്പുറം സ്വാതന്ത്ര്യമോ തുല്യതയോ ഒന്നും നിങ്ങൾക്കാർക്കും ലഭിക്കാനിരിക്കുന്നില്ല എന്ന പ്രഖ്യാപനവും ഈ വിധിയിലുണ്ട്. ഈ കേസിൽ പ്രതികളായ ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം, ഗുൽഫിഷ ഫാത്തിമ തുടങ്ങിയവരുടെ പേരിലുള്ള കുറ്റപത്രത്തിനുമേൽ വിചാരണ തുടരുകയാണ്. അത് കഴിഞ്ഞ് വേണം യഥാർത്ഥ വിചാരണ തുടങ്ങാൻ. ഷർജിൽ ഇമാം ജയിലിലായിട്ട് 2044 ദിവസങ്ങൾ കഴിഞ്ഞു. ഉമർ ഖാലിദിന്റെ 6ാമത്തെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളുന്നത്. ഇപ്രാവശ്യത്തെ വിധിയിൽ ഡൽഹി കലാപ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന്റെ റോൾ മാരകമാണെന്നും കോടതി പറഞ്ഞു. 800-ലധികം സാക്ഷികളെ വിചാരണ ചെയ്യേണ്ടതും 3000-ലധികം പേജുള്ള ചാർജ് ഷീറ്റും 30,000-ലധികം ഇലക്ട്രോണിക് തെളിവുകളുമുള്ള കേസായതുകൊണ്ടുമൊക്കെ ജാമ്യം നൽകാതെ അത് നടത്തുകയാണെങ്കിൽ പിന്നെയും കൊല്ലങ്ങളെടുക്കും. അത് കോടതിക്ക് അറിയാഞ്ഞിട്ടല്ല, അതൊക്കെ മുറയ്ക്ക് നടന്നുകൊള്ളുമെന്നായിരുന്നു കോടതിയുടെ പരാമർശം. ഇപ്പോൾ കുറ്റപത്രത്തിനു മേലുള്ള വാദപ്രതിവാദങ്ങളിൽ കേസെത്തിയില്ലേ, അത് അങ്ങനെ നടന്നുകൊള്ളുമെന്നും കോടതി പറയുകയുണ്ടായി. മറുഭാഗത്തെ ടീം ഇന്ത്യൻ ഭരണകൂടമാണ്. അവർ പിടിച്ചു നിൽക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള കുറേ കേസുകളുടെ പുറത്താണ്. വിചാരണ നടത്തിയിടത്തൊക്കെ പ്രോസിക്യൂഷൻ മിക്കവാറും തകർന്നടിഞ്ഞു. ഏറ്റവും ഒടുവിലത്തേതായിരുന്നു മുംബൈ സ്ഫോടന കേസ്. ഡൽഹി കേസാവട്ടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ എന്നൊക്കെ പറയാവുന്ന ഒന്നായി നിലനിൽക്കുകയുമാണ്. അതുകൊണ്ട് തൽക്കാലം ജയിലിൽ കഴിയുന്നവർ അവിടെ തന്നെ കഴിയട്ടെ എന്ന് തീരുമാനിച്ചതാവാനായിരിക്കും സാധ്യത. 4 ഭാഗങ്ങളിലായി 133 പേജുള്ള വിധി എഴുതി ജാമ്യം നിഷേധിച്ച ജഡ്ജി വിരമിച്ചാൽ ഉടൻ സർക്കാരിന്റെ പട്ടുമെത്തയിൽ കിടക്കാനാവുമെന്ന് പ്രശാന്ത് ഭൂഷൺ പ്രസ്താവിച്ചത് ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ ആവാനും സാധ്യതയുണ്ട്. ഈ കേസ് ഇത്രയും ഭീകരമാവാനും UAPA ചുമത്തപ്പെടാനും ഇത്രയും കാലം ഇവരൊക്കെ തടവിൽ കിടക്കാനുമുള്ള കാരണങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ ഇതിലുണ്ടോ എന്ന് ന്യായമായി സംശയിക്കേണ്ടി വരിക. ഭീകരകൃത്യങ്ങൾക്ക് ബുദ്ധികേന്ദ്രമായി പ്രവർത്തിക്കുകയും ആളുകളെ വർഗീയമായി സംഘടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തി എന്നതുമാണ് ഇവർക്കുമേൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റം. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചു, ബന്ദിനും ഗതാഗതം തടയുന്നതിനും നിസ്സഹകരണങ്ങൾക്കും പ്രേരിപ്പിക്കുന്ന തരത്തിൽ പ്രസംഗിച്ചു, ലഘുലേഖകൾ വിതരണം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർ ചെയ്ത ഭീകരകൃത്യങ്ങളായി പോലീസും പ്രോസിക്യൂഷനും രേഖപ്പെടുത്തിയത്. ഇവ തന്നെയാണ് ജാമ്യം നിഷേധിക്കാൻ കാരണമായതും. പ്രതിഷേധിക്കാനുള്ള അവകാശത്തിനും ഒരു അതിരൊക്കെ ഉണ്ടെന്നായിരുന്നു കോടതിയുടെ വാദം. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് വരുന്ന ദിവസം പ്രതിഷേധം നടത്താനുള്ള ഉമർ ഖാലിദിന്റെ ആഹ്വാനം അക്രമത്തിലൂടെ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമമായിരുന്നത്രേ. ഔറത്തോൻ കാ ഇൻക്ലാബ് എന്നായിരുന്നു ഗുൽഫിഷയുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര്. CAAയ്ക്കും NRCക്കും എതിരെ നടക്കുന്ന സമരങ്ങളിൽ സ്ത്രീകളുടെ പ്രതിഷേധങ്ങൾ എവിടെയൊക്കെയാണ് നടക്കുന്നത് എന്നറിയിക്കാനുള്ളതായിരുന്നു ആ ഗ്രൂപ്പ്. ഇതിൽ അംഗങ്ങളായവർക്കും സംസാരിച്ച ചിലർക്കുമൊക്കെ ജാമ്യം കിട്ടിയെങ്കിലും ഇവർക്ക് ഇപ്പോഴും തടവിൽ കഴിയാനാണ് വിധി. അവർക്ക് ജാമ്യം കൊടുക്കുമ്പോൾ ഇതൊന്നും ഒരു കീഴ്വഴക്കമാക്കണ്ട എന്ന സുപ്രീം കോടതി പരാമർശവും ഡൽഹി ഹൈക്കോടതിക്ക് താങ്ങായിട്ടുണ്ട്. വിചാരണ വൈകുന്നതും അത്രയും കാലം പ്രതികൾ ജയിലിൽ കിടക്കേണ്ടി വരുന്നതും ജാമ്യം നൽകാനുള്ള കാരണമാണെങ്കിലും അതിനൊരു ആഗോള പരിപോഷമൊന്നും നൽകേണ്ടതില്ലെന്നും ജാമ്യമാണ് നിയമം എന്ന നീതി സംഹിതയുടെ അടിസ്ഥാന തത്വം ഓരോ കേസിനനുസരിച്ചും മാറും എന്നുമുള്ള ഡൽഹി ഹൈക്കോടതി വിധിയിലെ പ്രഖ്യാപനങ്ങൾ ഭരണഘടനയെ തന്നെയാണ് കൊഞ്ഞനം കുത്തുന്നത്. ഏത് കേസായാലും എത്ര ഗുരുതരമായാലും ജാമ്യം നിഷേധിക്കുന്നത് പ്രതിയുടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ നിഷേധമാണ് എന്ന് കുറച്ചു കാലം മുമ്പാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ട് ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേർ ഇപ്പോഴും വിചാരണ കൂടാതെ ജയിലിൽ കഴിയുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഉമർ ഖാലിദിന്റെയും മറ്റുള്ളവരുടെയും ഈ കേസിൽ ജാമ്യം നിഷേധിച്ച് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ്. ഒറ്റത്തവണ ഇതിലൂടെ സഞ്ചരിച്ചാൽ അറിയാം ഉമർ ഖാലിദിന്റെ സ്ഥാനത്ത് ആരുമാവാൻ സാധ്യതയുണ്ട്. വേഗത്തിലുള്ള വിചാരണയ്ക്കും ആളുകളുടെ അനന്തകാലം ജയിലിൽ കിടക്കുന്നതിനെതിരെയും ഉണ്ടായിട്ടുള്ള ഒട്ടനവധി കോടതി വിധികളെ പല്ലിളിച്ച് കാണിക്കുന്ന തരത്തിൽ എക്സിക്യൂട്ടീവിനോട് ഒട്ടി നിൽക്കുന്ന ജുഡീഷ്യറിയുടെ വിരൂപ മുഖമാണ് ഈ ജാമ്യവിധി കാണിച്ചു തരുന്നത് എന്ന വിമർശകപക്ഷത്തെ
പരിഗണിക്കേണ്ടതുണ്ട് എന്നുറപ്പ്. ആരോഗ്യ കാരണങ്ങളെന്ന് പറഞ്ഞ് ജഗദീപ് ധൻഖർ രാജിവെച്ച ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിന് രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മുൻ സുപ്രീം കോടതി ജഡ്ജി സുദർശൻ റെഡ്ഡിയും NDA സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനുമാണ് മത്സര രംഗത്തുള്ളത്. ഇതിനിടയിലാണ് കൊച്ചിയിലെത്തിയപ്പോൾ അമിത്ഷാ നടത്തിയ ഒരു പ്രസംഗത്തിലെ പരാമർശം വിവാദമാകുന്നത്. 2007 2011 ഇടയിൽ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ഒരാൾ നക്സലിസത്തെ പിന്തുണയ്ക്കുന്ന ആളായിരുന്നു എന്നായിരുന്നു ആ പരാമർശം. ഇപ്പോഴാണ് ആ പരാമർശത്തിൽ അപകട രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയുന്നത്. സുദർശൻ റെഡ്ഡിയെയാണ് അമിത്ഷാ ഉദ്ദേശിച്ചതെന്ന് ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ ചർച്ചയാവുകയായിരുന്നു. 2011 ഒരു കേസിലെ വിധി പ്രഖ്യാപനമാണ് റെഡ്ഡിയെക്കുറിച്ച് അത്തരമൊരു പരാമർശത്തിലേക്ക് നയിച്ചത്. നിരവധി മുൻ ജഡ്ജിമാരും രാഷ്ട്രീയ നേതാക്കളും സംഗതിയിൽ പ്രതികരിച്ചുവെങ്കിലും സുപ്രീം കോടതി ഇപ്പോഴും മൗനത്തിലാണ്. നീതിന്യായ സംവിധാനത്തെ സംശയം നിലനിർത്തുന്ന ഒരു ആരോപണം ഉയർന്നിട്ടും സുപ്രീം കോടതി ഇടപെടാത്തതിൽ പൊതുസമൂഹം പ്രതിഷേധത്തിലാണ്. നക്സലിസത്തിന് അമിത്ഷാ കൊടുക്കുന്ന നിർവചനം നോക്കുമ്പോൾ സംഗതി കൂടുതൽ ഗൗരവമുള്ളതാവും. സായുധ വിപ്ലവത്തിലൂടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുകയും സമാന്തര സർക്കാർ ഉണ്ടാക്കുകയും സുരക്ഷാ സേന, പൊതുവസ്തുക്കൾ, ജനാധിപത്യ സ്ഥാപനങ്ങൾ എന്നിവയെ തകർക്കാൻ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തത്വസംഹിതയായാണ് അമിത്ഷാ നക്സലിസത്തെ വിവരിച്ചത്. അത്തരമൊരു സംഹിതയെ പിന്തുണയ്ക്കുന്ന ഒരാളെ സുപ്രീം കോടതി അതിൻ്റെ തന്നെ ന്യായാധിപനായി തിരഞ്ഞെടുത്തു എന്ന പരാമർശം തീർച്ചയായും ഗൗരവതരമാണ്. പക്ഷേ കോടതി മൗനം തുടരുകയാണ്. ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.